ഹായ്, സോ ഇറ്റ്സ് മീ പ്രീജ. സെക്കൻഡ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഗെറ്റ് റെഡി വിത്ത് മീക്ക് എനിക്ക് അത്യാവശ്യം നമ്മൾ ആദ്യമായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഇടുമ്പോൾ കിട്ടുന്ന വ്യൂസ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യൂസ് ഉണ്ടല്ലോ, അത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 100 above വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഐ എം വെരി ഹാപ്പി. ആ വ്യൂസിൻ്റെ പ്രചോദനം മൂലം ഞാനൊരു വിഷുവിനിട്ടതാണ്. ഇന്നിപ്പം മെയ് ലാസ്റ്റാണ്. അപ്പം ആ വീഡിയോ ആണ്, അതിൻ്റെ വ്യൂസാണ് എൻ്റെ പ്രചോദനം ഇന്ന് വീഡിയോ എടുക്കാനുള്ളത്. സോ വി ആർ ഗോയിങ് ഫോർ എ റിസപ്ഷൻ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൊളീഗാണെന്ന് തോന്നുന്നു. കൊളീഗാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇങ്ങനെ മാറുമ്പോൾ നിങ്ങൾ അവിടെ കുറേ ഡ്രസ്സ് കാണും. അത് ഞാൻ കഴുകാതിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും അല്ല. ആക്ച്വലി അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എറണാകുളത്ത് റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുറേ ഡ്രസ്സസ് ഉണ്ട്. ഏട്ടൻ ഇവിടെയാണ് വർക്ക് ചെയ്തതും ഒക്കെ. അപ്പം പുള്ളിക്കാരുടെ കുറേ ഡ്രസ്സസ് ഉണ്ട്. അപ്പോൾ കല്യാണം കഴിച്ച് ഞാൻ ഇവിടെ വന്നപ്പോൾ പുള്ളിക്കാരൻ വെച്ചിരുന്ന തുണിയെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ട് എൻ്റെ തുണി അങ്ങോട്ടേക്കാക്കി. അപ്പോൾ ഞാൻ ഇടാത്ത കുറേ പഴയ തുണികളെല്ലാം ഞാൻ കസാരയിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ആക്ച്വലി ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയാം. പക്ഷെ ഞങ്ങളിവിടെ കിടക്കാറില്ല, ഞങ്ങൾ ഹോളാണ് കിടക്കുന്നത്. ഭയങ്കര ചൂടാണ് ആക്ച്വലി. നിങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ടിക് 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 നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നോ ചോയ്സ്, എനിക്ക് ഭയങ്കര ചൂടാണ്. പിന്നെ ഇത് മൈക്ക് വെച്ച് ചെയ്യണമെന്നുണ്ട്. പക്ഷെ മൈക്ക് എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയി, ഹസ്ബൻഡിൻ്റെ മൈക്ക്. പിന്നെ അല്ലെങ്കിൽ പിന്നെ വോയിസ് റെക്കോർഡ് കൊടുക്കണം. അത്രയൊന്നും ടൈം എനിക്കില്ല. എനിക്കൊരു കുട്ടിക്കുഞ്ഞാണ്, ഒരു സുന്ദരി കുട്ടിക്കുഞ്ഞാണ്. അപ്പം അവളുടെ കാര്യം നോക്കുന്നതിനിടയ്ക്ക് ഇതിനൊന്നും പിന്നെ ടൈം കിട്ടുന്നില്ല. ഇപ്പോൾ അവൾ ഉറങ്ങുന്നതുകൊണ്ട്, അവൾ നല്ല ഉറക്കമാണ്, അതുകൊണ്ട് എടുക്കുന്നതാണ്. ഓക്കെ, സോ ഇതെൻ്റെ ഐപാരറ്റാണ്. 35G എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്രൗൺസി ഗ്ലോബൽസ് കുടാ ഗേൾ കുടാ ഗേൾ. ഓക്കെ, സോ ഈ ഷെയ്ഡാണ് ഞാൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. പക്ഷെ ഞാൻ ഏത് ഷെയ്ഡ് ഉപയോഗിച്ചെന്നുള്ള ഓക്കെ. ആഫ്റ്റർ പ്രഗ്നൻസി എൻ്റെ വിദ്യാഭ്യാസത്തെ ആൾക്കാർ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ്, എൻ്റെ ഓർമ്മശക്തി വിദ്യാഭ്യാസത്തൊക്കെ ആൾക്കാർ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഞാൻ മാറിയിരിക്കുന്നത്. കാരണം പെട്ടെന്ന് ഞാൻ ABCD വരെ മറന്നു പോകാറുണ്ട്. സംടൈംസ് സീരിയസ്ലി, സത്യമായിട്ട് ഞാൻ മറന്നു പോകാറുണ്ട്. ഓൾറെഡി നല്ല മറവിയുള്ള കുട്ടിയാണ് ഞാൻ. ആഫ്റ്റർ പ്രഗ്നൻസി അതിലും മറവിയായി. സോ ഓക്കെ, മുടി ഒന്ന് കെട്ടി വെക്കാം. മുടി സ്ട്രെയിറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സദ ഇരുന്നിട്ടില്ല. എൻ്റെ മകളുടെ പേര് സദ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. കൊള്ളാം. അപ്പം ഇനി കൺപീലിക്ക് വീഴുക. ഞാനൊരു വലിയ ഡാർക്ക് ഇച്ചിരി വീതിക്ക് പിരിയം എഴുതാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലർക്ക് വീതിക്ക് പിരിയം എഴുതുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ. എനിക്കിന്ന് വീതിക്ക് എഴുതണം, അതുകൊണ്ട് ഞാൻ വീതിക്ക് ഇന്ന് എഴുതാൻ പോവുകയാണ്. ഐബ്രോ ബ്രഷ് എടുക്കാൻ പോയതാണ്. പിന്നെ സദയ്ക്ക് ഉപയോഗിക്കുന്നതാണ്, സംടൈംസ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. സോ എൻ്റെ കുഞ്ഞ് രാത്രിയിലൊക്കെ ഈയിടെയായിട്ട്, നേരത്തെയൊക്കെ രാത്രി ഉറങ്ങുമായിരുന്നു, പക്ഷേ ഈയിടെയായിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. മേ ബി അവൾക്ക് പല്ല് വരാൻ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ അവൾ മുട്ടിൽ വേദന എടുക്കുന്നതുകൊണ്ടാണോ, അവൾ രാത്രിയിൽ ഈയിടെയായിട്ട് ഉറങ്ങുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അവൾ കരഞ്ഞ് വഴക്കുണ്ടാക്കിയൊക്കെയാണോ ഉറങ്ങുന്നത്. Can you see the irony? നല്ല ഷേപ്പുള്ള പിരികം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെയൊക്കെ എൻ്റെ പിരികമാക്കാൻ ശ്രമിക്കാറുമുണ്ട്. ചില സമയം കാണാനൊരു വൃത്തി തോന്നും, ചില സമയത്ത് തോന്നാറില്ല. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ യുവർ ഐസ്. ഇറ്റ് ഡിപ്പെൻഡ്സ്, നിങ്ങളുടെ കാഴ്ചപ്പാട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എൻ്റെ എൻ്റെ പിരികം ഭംഗിയുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. സം പീപ്പിൾസ് ലൈക്ക്, ചില ആൾക്കാർക്ക് ഇഷ്ടമാണ്, ചില ആൾക്കാർ അല്ല. ചില നേരം ഇഷ്ടമാണ്, ചില നേരം ഇഷ്ടമല്ല. ഡിപ്പെൻസ്.
എൻ്റെ ഒരു ദിവസത്തെ കുളം പോലെ ഇരിക്കും എൻ്റെ ഒരു ദിവസത്തെ ഹൈജീൻ. ഞാൻ ഭയങ്കര നല്ല മൂഡിലായിരുന്നെങ്കിൽ ഞാൻ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കി, അത് കഴിഞ്ഞ് മുറിക്കാൻ തൂത്ത് തുടച്ച് കുളിച്ച് രാവിലെ വിളക്ക് കത്തിക്കില്ല, കാരണം നമ്മൾ തോന്നുന്ന സമയത്ത് വിളക്ക് കത്തിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ സാമ്പ്രാണിയൊക്കെ കത്തിച്ച് മുറിയൊക്കെ പോസിറ്റീവ് എനർജി ഞാൻ സൃഷ്ടിക്കാൻ ശ്രമിക്കും. സംടൈംസ് എൻ്റെ കോളാണ് വിട്ടും എനിക്ക് പിന്നെ ഒന്നും ചെയ്യുന്ന ഇഷ്ടമല്ല. ലൈക്ക് എനിക്ക് എവിടെയെങ്കിലും കിടക്കണം, പക്ഷെ കുഞ്ഞുണ്ടായതുകൊണ്ട് അത് പറ്റത്തില്ല. അപ്പം ഞാൻ തൂക്കും, പിന്നെ കുറച്ച് നേരം കിടക്കും, കുറച്ച് നേരം സത കൊള്ളിപ്പിക്കും, പിന്നെ തുടയ്ക്കും. ചിലപ്പോൾ ആ തുടച്ച് അതേ വിയർപ്പോടെ കുറേ നേരം കൂടി ഇരിക്കും. പിന്നെ സതയൊക്കെ എടുക്കണമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പോയി കുളിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു സൈഡ് കറക്റ്റ് ആവും, ഒരു സൈഡ് തോന്നുന്ന പോലെ പോവും. സോ അത് എനിക്കും സംഭവിക്കാറുണ്ട്. എൻ്റെ ഒരു പിരികം ഇറ്റ്സ് ഗുഡ്, ബട്ട് ദ അതർ വൺ നോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഭയങ്കര കറുപ്പാണോ കൊള്ളത്തില്ല, പക്ഷെ ട്രസ്റ്റ് മീ, പ്രോസസ്സ് വരുമ്പോൾ നന്നായി കാണും. ഓക്കെ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഒരുങ്ങാനൊന്നും അത്ര ഭംഗിക്ക് അറിയത്തില്ലായിരുന്നു. ഭംഗിക്കുന്നല്ല, എനിക്കത്ര അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ കോളേജ് സ്കൂൾ കാലത്ത് ഞാൻ ഇത്ര ഫെയർ അല്ലായിരുന്നു. ഞാൻ നല്ല ഡാർക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ ഒരു സ്കിന്നായിരുന്നു. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല, എങ്ങനെയെന്നറിയില്ല, ആഫ്റ്റർ കോളേജ് ഒരു 2-3 വർഷം കൂടെ മാക്സിമം, അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ സ്കിൻ ടോൺ നാച്ചുറലായിട്ട് മാറാൻ തുടങ്ങി. ഞാൻ ഒന്നും ചെയ്തിട്ടല്ല, പക്ഷെ നാച്ചുറലായിട്ട് മാറി. ഇപ്പോൾ ഒരു ചെറിയൊരു ഫെയർ ടോണിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഓർക്കാറുണ്ട്, ദൈവമേ പഠിക്കുന്ന കാലത്തായിരുന്നു ഇത്രയും ഫെയർ എന്നൊക്കെ. ആ സമയത്ത് വെളുത്ത കുട്ടികളോടാണ് ആൾക്കാർക്ക് പ്രിയം കൂടുതലെന്ന്. ഞാൻ കളർ ഡിസ്ക്രിമിനേഷൻ അല്ല ചെയ്യുന്നത്, പക്ഷെ പൊതുവെ ആ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ വെളുത്തവരാണ് സുന്ദരികൾ എന്ന് ചിന്തിക്കുന്നൊരു കാലഘട്ടമായിരുന്നു നമ്മൾ. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, അപ്പം അന്നായിരുന്നു ഒന്ന് പൊളിക്കരുത്. സോ ഇതാണ് എൻ്റെ പിരികം ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ സതയ്ക്കും പിരിവ് കിട്ടുന്നത്. ഞാൻ എപ്പോഴും ഇച്ചിരി വീതിയുള്ള പിരികമാണ് ഇഷ്ടം. പിരികം എന്ന് പറയുമ്പോൾ ഇച്ചിരി വീതി വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ പിരികം ശരിയായിട്ടുണ്ട്. ഇത് ഇച്ചിരി കഴിയുമ്പം സെറ്റാവും കേട്ടോ. നിങ്ങൾ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യണം. അതിന് മുമ്പേ വന്ന് മെസ്സേജ് കമൻറ്റ് ചെയ്തത് ചേച്ചി പിരികം ശരിയായില്ല എന്ന് പറഞ്ഞ് ട്രസ്റ്റ് ദ പ്രോസസ്സ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. എനിക്ക് വീഡിയോ പിന്നീട് എടുക്കാൻ പറ്റില്ല, കാരണം കുഞ്ഞുണർന്നു, പിന്നെ പറ്റിയില്ല. ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ്. ഇത് റിസപ്ഷന് പോകുന്ന ലുക്കല്ല കേട്ടോ. ഇതിന് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനൊരു ഇൻസ്റ്റാഗ്രാം പേജ്, ഒരു യൂട്യൂബ് പേജും ഒക്കെ ഉണ്ട്. അവിടെ എന്നേക്കാൾ ഫേമസ് ആണ് അത്യാവശ്യം. അപ്പം ഞാൻ ഫേമസ് അല്ല, അപ്പോൾ അവൾക്ക് വേണ്ടി എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ കട്ടും കൂടി ഇടാമെന്ന് കരുതി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ബൈ ബൈ.